നിങ്ങൾക്ക് ഒരു ദർശനം ഉണ്ടാകണം. ദർശനമുണ്ടെങ്കിൽ പൊട്ടക്കിണറിൽ വീണാലും കാരാഗൃഹത്തിലിട്ടാലും പോത്തിപ്പറിനെ വിറ്റാലും ഇതൊന്നും എൻ്റെ ലക്ഷ്യമല്ല. എൻ്റെ ലക്ഷ്യം സിംഹാസനമാണ്. ഇസ്രയേലിന് ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് ശമൂവേലിനോട് ദൈവം പറഞ്ഞിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്തിനാ എൻ്റെ തലയിൽ എണ്ണ ഒഴിക്കുന്നത്, നീയാണ് ഇസ്രയേലിന്റെ രാജാവ് എന്ന് ദൈവം എന്നോട് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശമൂവേൽ ഇത് ചെയ്യുമ്പോൾ ദാവീദിനറിയാം ഞാനാണ് ഇസ്രയേലിന്റെ ഭാവി രാജാവ്. അപ്പൻ അറിഞ്ഞില്ല, ജ്യേഷ്ഠൻ അറിഞ്ഞില്ല. അതുകൊണ്ട് അപ്പൻ പറഞ്ഞുടാ ആടുകളെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ശമൂവേൽ അങ്ങനെ പലതൊക്കെ പറയും. പക്ഷെ നീ ആ പഴയ പണി തന്നെ ചെയ്താൽ മതി. അപ്പോൾ അതിന്റെ അർത്ഥം നിന്റെ ദർശനത്തെ ഒതുക്കി കളയാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ കയറി വരികയാണ്. എടാ, എന്നെ ഇത്രയും പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് അഭിഷിക്തനാണെന്ന് അഭിഷേകവും കഴിച്ച് എന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടും എൻ്റെ വീട്ടുകാർ ഞാനൊരു അഭിഷിക്തനാണെന്ന് അറിഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ അവർക്കത് അറിയേണ്ട കാര്യമില്ല, അവരത് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നീ അല്ല, നീ ആരെല്ലാം പറഞ്ഞാലും നീ ആഗ്രഹിക്കുന്ന പോലെയും നിന്റെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നീ ആകത്തില്ല. ഞങ്ങൾ ആഗ്രഹിച്ച പോലെ നീ ആയാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിന്റെ പ്രവാസത്തിൽ ദൈവം നിന്നെ പുറത്തെടുക്കും. പ്രവാസത്തിൽ നിന്ന് നിന്നെ ദൈവം പുറത്തെടുക്കും.